e-commerce ആപ്പുമായിട്ടുള്ള കണക്ടിവിറ്റി, ന്യൂ അറൈവൽ പ്രൊഡക്ട്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുക, കാറ്റലോഗ് ക്രിയേഷൻ, ഓട്ടോ സെൻഡിങ് കാറ്റലോഗ് ടു ഓൾ കസ്റ്റമേഴ്സ്, ഓട്ടോ ഇമേജ് അപ്ഡേറ്റ് ഓപ്ഷൻ, പ്രിവിലേജ് കാർഡ്, സെൻഡ് ഗിഫ്റ്റ് വൗച്ചേഴ്സ്, കസ്റ്റമർ കെയർ സപ്പോർട്ട്, സെൻഡ് ഇൻവോയ്സസ് ഓർ ബിൽ ടു കസ്റ്റമർ വാട്സ്ആപ്പ്. നമസ്കാരം. 2023 റീറ്റെയിൽ ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ ഏത് ടൈപ്പ് ഓഫ് ബില്ലിംഗ് സോഫ്റ്റ്വെയർ ആണ് ചൂസ് ചെയ്യേണ്ടത്? നമ്മൾ അറിയാതെ തന്നെ നമുക്ക് സെയിൽ കൊണ്ടുതരുന്ന പലതരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. അങ്ങനെയുള്ള സോഫ്റ്റ്വെയറിൻ്റെ കുറച്ച് സവിശേഷതകൾ നമുക്കൊന്ന് പരിചയപ്പെടാം. അതിൽ 8ാമത്തെ സവിശേഷതയാണ് ഇ-കൊമേഴ്സ് ആപ്പുമായിട്ടുള്ള കണക്ടിവിറ്റി. അതായത് നമ്മൾ സാധാരണ ഒരു ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുമ്പോൾ, ഓഫ്ലൈൻ ബില്ലിംഗ് സോഫ്റ്റ്വെയറുകൾ ഉപയോഗിക്കുമ്പോൾ ആ സോഫ്റ്റ്വെയറിൽ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ, നമ്മുടെ പ്രൈസുകൾ നമ്മൾക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. പുറത്തുനിന്നൊരു വരുന്നൊരു കസ്റ്റമർക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പം അങ്ങനെ സംഭവിക്കുന്നത് എന്താ? കസ്റ്റമർ വന്ന് ഓരോ ഐറ്റത്തിൻ്റെ പ്രൈസ് ചെക്ക് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അത് ഇന്നത്തെ ജനറേഷന് പ്രാക്ടിക്കൽ അല്ല. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായ സംഗതികളൊക്കെ വന്ന കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് ആറ്റിറ്റ്യൂഡേ മാറിക്കഴിഞ്ഞു ജനങ്ങളുടെ. അപ്പോൾ നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഓൺലൈനിൽ ആൾക്കാർക്ക് കാണാൻ സാധിക്കണം. അപ്പോൾ അങ്ങനെ ഒരു കണക്ടിവിറ്റി ആവശ്യമാണ്. അതായത് ഇ-കൊമേഴ്സ് ആപ്ലിക്കേഷനുമായിട്ടുള്ള കണക്ടിവിറ്റി. നമ്മുടെ സോഫ്റ്റ്വെയറിലെ പ്രൊഡക്റ്റും ഡീറ്റെയിൽസും എല്ലാം ആഡ് ചെയ്യുന്നു, വിത്ത് ഇമേജ് ആഡ് ചെയ്യുന്നു. അതെല്ലാം നമുക്ക് ഓൺലൈനിൽ കാണാൻ സാധിക്കും. അപ്പോൾ കസ്റ്റമേഴ്സിന് വീട്ടിലിരുന്ന് നോക്കാം, അവർക്ക് വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം, അല്ലെങ്കിൽ അവർക്ക് വരുന്ന വഴിക്ക് സാധനങ്ങളെല്ലാം ഓർഡർ ചെയ്ത് വെക്കാം, അവർ വന്ന് പിക്ക് ചെയ്തുകൊണ്ട് വെക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കണക്ടിവിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഫീച്ചർ നമ്പർ 7, ന്യൂ അറൈവൽ പ്രൊഡക്ട്സ് കസ്റ്റമറിലേക്ക് എത്തിക്കുക. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പുതുതായിട്ടൊരു പ്രൊഡക്റ്റ് വന്നു, വളരെയധികം പ്രൊഡക്റ്റുകൾ നമ്മൾ പുതുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ 1 by 1 ആയിട്ട് നമുക്ക് ഓരോ കസ്റ്റമറിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. നമ്മളിപ്പോൾ ഗൂഗിളിൽ പോയി പരസ്യം ചെയ്തു, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ പരസ്യം ചെയ്തു, ഇതെല്ലാം നമുക്ക് ടാർഗറ്റ് ഓഡിയൻസിലേക്ക് എത്തണമെന്ന് നിർബന്ധമില്ല. അതേസമയം നമ്മുടെ കസ്റ്റമേഴ്സ്, ഷോപ്പിൽ നിരന്തരമായിട്ട് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ മൊബൈൽ വാട്സാപ്പിലേക്ക് കൃത്യമായിട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫെസിലിറ്റി നമുക്ക് ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ ഷോപ്പിൽ വരുന്ന ന്യൂ അറൈവൽ പ്രൊഡക്ട്സിൻ്റെ ഫോട്ടോ ഈ സോഫ്റ്റ്വെയറിൽ അറ്റാച്ച് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും വാട്സാപ്പ് ത്രൂ കിട്ടിക്കഴിയും. അപ്പോൾ നമുക്ക് ന്യൂ അറൈവൽ പ്രൊഡക്ട്സുകൾ വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ന്യൂ അറൈവൽ പ്രോഡക്ട്സ് മാത്രമല്ല, നമ്മുടെ ഷോപ്പിൽ ഫോർ എക്സാമ്പിൾ ഓഫർ ഇട്ട് കഴിഞ്ഞാലും അങ്ങനെയുള്ള ഏത് സംഗതികൾ നമ്മൾ ചെയ്താലും നമുക്ക് ഇതുപോലെ മാർക്കറ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഗ്രോസറി ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം സബോള അല്ലെങ്കിൽ ഉരുളൻ അങ്ങനെയുള്ള സംഗതികളൊക്കെ നമുക്കിപ്പോൾ 5 കിലോ ഒരു പ്രൈസിൽ, അല്ലെങ്കിൽ ഒരു 50 രൂപ അല്ലെങ്കിൽ 80 രൂപ ആ പ്രൈസുകളിൽ വന്നെന്ന് വെച്ചാൽ എക്സാമ്പിൾ. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഫോട്ടോ ഉണ്ടാക്കി ഈ സോഫ്റ്റ്വെയറിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ എല്ലാ കസ്റ്റമേഴ്സിനും കിട്ടണം. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് നമ്മുടെ സെയില് വളരെയധികം ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു ടെക്നോളജി സഹായിക്കും. ഫീച്ചർ നമ്പർ 6, കാറ്റലോഗ് ക്രിയേഷൻ, ഓട്ടോ സെൻഡിങ് കാറ്റലോഗ് ടു ഓൾ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ലുലു അതുപോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ ചെല്ലാൻ നേരത്തെ അവിടെ നമുക്ക് പ്രിന്റഡ് കാറ്റലോഗുകൾ തരാറുണ്ട്, A4 സൈസിലും അല്ലെങ്കിൽ ബുക്ക്ലെറ്റും ഒക്കെ ആയിട്ട്. നമുക്കിത് പ്രിന്റ് ചെയ്യാനും ഡിസൈൻ ചെയ്യാനും ഒരുപാട് പൈസ ചിലവുണ്ട്. നമ്മളിപ്പോൾ ഒരുപാട് പൈസ എക്സ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ഇതൊക്കെ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ അത് പ്രിന്റ് ചെയ്യണം, കളർ പ്രിന്റ് ചെയ്യണം. പിന്നെ നമ്മൾ എല്ലാ കസ്റ്റമേഴ്സിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞതും ഇറ്റ്സ് വെരി ഹൊറിബിൾ ജോബ്, വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം നമ്മുടെ റീറ്റെയിൽ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഈ സോഫ്റ്റ്വെയറിനകത്ത് ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റലോഗ് ക്രിയേറ്റ് ആകണം. ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാ കസ്റ്റമേഴ്സിനും PDF ഫോർമാറ്റിൽ ഈ കാറ്റലോഗ് 1 by 1 ആയിട്ട് സെൻഡ് ചെയ്യാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഫീച്ചർ നമ്പർ 5, ഓട്ടോ ഇമേജ് അപ്ഡേറ്റ് ഓപ്ഷൻ. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു 10-100 പ്രൊഡക്റ്റുകൾ നമ്മുടെ ഈ സോഫ്റ്റ്വെയറിലേക്ക് ആഡ് ചെയ്തു. പിന്നെ ഇത്രയും പ്രൊഡക്റ്റുകളുടെ ഇമേജ് ഗൂഗിളിൽ നിന്ന് അല്ലെങ്കിൽ നമ്മൾ മാനുവലായിട്ട് 1 by 1 ഡൗൺലോഡ് ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഹൊറിബിൾ ജോബ്. അപ്പോൾ ഈ എത്ര പ്രൊഡക്റ്റ് ഉണ്ടോ, ഇപ്പോൾ 100, 200, 1000, 500, 10,000 ആയിക്കോട്ടെ,
എല്ലാ പ്രൊഡക്ട്സുകളുടെയും ഇമേജ് ഗൂഗിളിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് AI ബേസ്ഡ് സെർച്ച് ചെയ്ത് സോഫ്റ്റ്വെയറിൽ കൊണ്ടുവന്ന് സേവ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അല്ലെങ്കിലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജസ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലും ആ ഇമേജസ് എത്തത്തില്ല, നമ്മുടെ കാറ്റലോഗിലും ആ ഇമേജസ് എത്തത്തില്ല പ്രൊഡക്ട്സിൻ്റെ. അപ്പോൾ ഇമേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇമേജ് കംപ്രസ് ചെയ്ത് ഒരു പ്രത്യേക ഫോർമാറ്റിൽ ഒരു കുറഞ്ഞ KB സേവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഫീച്ചർ നമ്പർ 4, പ്രിവിലേജ് കാർഡ്. പ്രിവിലേജ് കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു റീറ്റെയിൽ ബിസിനസ്സിന്. നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാകും, പ്രിവിലേജ് കാർഡുകൾ തരും, നമുക്ക് അതിനകത്ത് ഡിസ്കൗണ്ടുകൾ കിട്ടും. പക്ഷേ ഇന്നത്തെ ജനറേഷൻ എല്ലാവരും പ്രിവിലേജ് കാർഡ് കയ്യിൽ വാലറ്റിൽ കൊണ്ടുപോകണമെന്ന് നിർബന്ധമില്ല. കാരണം ഒരുപാട് കാർഡുകളായി വാലറ്റിനകത്ത്, പേഴ്സിനകത്ത്. അപ്പോൾ ഈ പ്രിവിലേജ് കാർഡ് നല്ല സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാർ എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. എഗെയിൻ ഞാൻ പറയുന്നു, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെല്ലാം യൂസ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് പ്രിവിലേജ് കാർഡ്. അപ്പോൾ ഈ പ്രിവിലേജ് കാർഡ് ഡിജിറ്റൽ ഫോർമാറ്റിൽ സെൻഡ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയർ. അതായത് കസ്റ്റമർ വന്ന് പ്രൊഡക്റ്റുകൾ വാങ്ങുന്നു, ആ പ്രിവിലേജ് കാർഡ് ആസ് ഫോട്ടോ കസ്റ്റമറിലേക്ക് വാട്സാപ്പ് ത്രൂ സെൻഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടായിരിക്കണം നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന്. അപ്പോൾ കസ്റ്റമേഴ്സിന് ഒന്നുകൂടി ഫീല് കിട്ടും, വെരി ഗുഡ് എന്നുള്ളൊരു ഫീല് കിട്ടും. അതുകൂടാതെ തന്നെ നമുക്ക് പ്രിവിലേജ് കാർഡ് പ്രിന്റ് ചെയ്യാനായിട്ട്, നമ്മുടെ പ്ലാസ്റ്റിക് പ്രിവിലേജ് കാർഡ് നിർമ്മിക്കാനായിട്ട് നിയർ അബൌട്ട് 15-20 rupees സ്പെൻഡ് ചെയ്യേണ്ടി വരും പെർ കാർഡിന്. 15 rupees, 15 രൂപ, 20 രൂപ, 25 രൂപയൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതെല്ലാം ലാഭിക്കാൻ പറ്റും. നമുക്ക് പ്രിവിലേജ് കാർഡ് ഡിജിറ്റൽ ഫോർമാറ്റിൽ കസ്റ്റമറുടെ വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറിന്. ഫീച്ചർ നമ്പർ 3, സെൻഡ് ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ഗിഫ്റ്റ് വൗച്ചറുകൾ അഗെയിൻ ഞാൻ പറയുന്നു, സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകാരെല്ലാവരും യൂസ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഗിഫ്റ്റ് വൗച്ചേഴ്സ്. ഇപ്പം നമുക്ക് റിലയൻസിലെ ട്രെൻഡ്സ് അല്ലെങ്കിൽ ലുലു മാള്, അതുപോലെ തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമുക്ക് ഗിഫ്റ്റ് വൗച്ചർ പേപ്പറിൽ കീറിത്തരും. നമ്മൾ കുറേ അധികം സാധനങ്ങൾ വെക്കുമ്പോൾ ഒരു 4-5 വൗച്ചറുകൾ കീറിത്തരും. അപ്പോൾ ഈ വൗച്ചറുകൾ നമുക്ക് ഡിസൈൻ ചെയ്യാൻ, അത് പ്രിന്റ് ചെയ്യാൻ ഇറ്റ്സ് എക്സ്പെൻസീവ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗിഫ്റ്റ് വൗച്ചർ എല്ലാ ആൾക്കാരിലേക്കും എത്തിക്കാൻ സാധിക്കത്തില്ല. നമ്മുടെ ആ ഷോപ്പിൽ ആ ഒരു മാസം വരുന്ന കസ്റ്റമറോ അല്ലെങ്കിൽ 10 ദിവസം മുമ്പ് വരുന്ന കസ്റ്റമറിലേക്ക് മാത്രമേ എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമ്മുടെ കയ്യിലുള്ള എല്ലാ കോണ്ടാക്ട്സുകൾക്കും ഗിഫ്റ്റ് വൗച്ചർ സെൻഡ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം നമ്മുടെ സോഫ്റ്റ്വെയർ. ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു മാസം അവസാനമാകുമ്പോൾ നമുക്ക് സെയിൽ ബൂസ്റ്റ് ചെയ്യാൻ, അതായത് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കസ്റ്റമർക്ക് 100 രൂപ അല്ലെങ്കിൽ 200 രൂപയുടെ ഒരു ഗിഫ്റ്റ് കാർഡ് സെൻഡ് ചെയ്യും. അതിനകത്ത് എഴുതുന്നത് എങ്ങനെയാണ്, 25-ാം തീയതി 30-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ കാർഡ് യൂസ് ചെയ്യാം. നിങ്ങൾ ഏത് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് 100 രൂപ അല്ലെങ്കിൽ 200 രൂപ അല്ലെങ്കിൽ 5000 രൂപയിൽ കൂടുതൽ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 500 രൂപ ഗിഫ്റ്റ് വൗച്ചറായിട്ട് കിട്ടും. അപ്പോൾ ഇത് എന്ത് ചെയ്യും, കസ്റ്റമർക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാകും. എനിക്ക് ഇവിടെ പോയി കഴിഞ്ഞാൽ ഇത്ര രൂപ ഗിഫ്റ്റ് കിട്ടുമല്ലോ, എനിക്ക് ഓൾറെഡി എൻ്റെ കയ്യിൽ ഗിഫ്റ്റ് വൗച്ചർ വന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു ഫീല് കിട്ടും. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ഡിജിറ്റലായിട്ട് വാട്സാപ്പിലേക്ക് ഗിഫ്റ്റ് വൗച്ചർ സെൻഡ് ചെയ്യാൻ കഴിവുള്ളതായിരിക്കണം. അതായത് വാട്സാപ്പ് ത്രൂ കാർഡ് ഗിഫ്റ്റ് വൗച്ചർ എങ്ങനെയാണോ ഉള്ളത് അതിൻ്റെ ഡിസൈൻ, അതിൻ്റെ ഫോട്ടോ പോലെ തന്നെ ഓരോ കസ്റ്റമേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗിഫ്റ്റ് വൗച്ചറുകൾ സെൻഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതായിരിക്കണം. അതിനകത്ത് ഓരോരുത്തരും ഓരോ ഗിഫ്റ്റ് വൗച്ചറിനും യൂണിക് കോഡും ആവശ്യമാണ്. അപ്പം അങ്ങനെ ഉള്ളൊരു സ്പെഷ്യാലിറ്റി നമ്മുടെ ബില്ലിംഗ് സോഫ്റ്റ്വെയറിന് വളരെ അത്യാവശ്യമാണ്. ഫീച്ചർ നമ്പർ 2, കസ്റ്റമർ കെയർ സപ്പോർട്ട്. നമ്മൾ ഏതൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാലും അതിൻ്റെ കസ്റ്റമർ കെയർ സപ്പോർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സോഫ്റ്റ്വെയറിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പാടില്ലായിരിക്കും. അപ്പോൾ നമുക്കത് പഠിപ്പിക്കാൻ, അത് നമ്മുടെ സോഫ്റ്റ്വെയർ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ, പിന്നെ നമുക്ക് കുറേ അധികം ഹാർഡ്വെയർ ഉണ്ടാകും, പ്രിൻ്റർ, ബിൽ പ്രിൻ്റർ, ബാർകോഡ് പ്രിൻ്റർ, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതെല്ലാം സെറ്റ് ചെയ്യാനൊക്കെ ഒരു ഡെഡിക്കേറ്റഡ് കസ്റ്റമർ കെയർ ടീം ആവശ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കസ്റ്റമർ കെയർ ഉള്ളതായിരിക്കണം നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്ന ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഫീച്ചർ നമ്പർ 1, സെൻഡ് ഇൻവോയ്സസ് ഓർ ബിൽ ടു കസ്റ്റമർ വാട്സാപ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കസ്റ്റമർ ഫ്രണ്ടിൽ വന്ന് നിന്നു, കസ്റ്റമറിൻ്റെ പ്രൊഡക്റ്റുകളെല്ലാം സ്കാൻ ചെയ്തു, സെയിൽ ചെയ്തു, ബില്ല് ഫിസിക്കലായിട്ട് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുത്തു, ഓട്ടോമാറ്റിക്കലി ആ കസ്റ്റമറുടെ വാട്സാപ്പിലേക്കും ആ പ്രിന്റ് ചെയ്ത ബില്ലിൻ്റെ PDF ഫോർമാറ്റ് പോയിരിക്കും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ കസ്റ്റമർ ദേ വിൽ ഫീൽ ഇറ്റ്. അവർക്ക് നിങ്ങളുടെ സ്ഥാപനത്തിനോട് ഒരു പ്രത്യേക ഒരു ഫീലാണ് കിട്ടുന്നത്. അങ്ങനെ ഒരു ഫീല് തന്നെയാണ് നിങ്ങളുടെ സെയിൽ ഇമ്പോർട്ട് ചെയ്യാൻ കൂട്ടാനുള്ള ഒരു സംഗതി. അപ്പോൾ
ഇങ്ങനെ ഉള്ള ഒരു സോഫ്റ്റ്വെയറുകളായിരിക്കണം നമ്മൾ 2023 കാലഘട്ടത്തിൽ തിരഞ്ഞെടുക്കേണ്ടത്. കാരണം കാലം മാറി, ടെക്നോളജികൾ മാറി. അപ്പോൾ അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ഈ പറഞ്ഞ എല്ലാ സവിശേഷതകളും ഉണ്ട്. പ്ലസ് ബില്ലിംഗ്, അക്കൗണ്ടിങ്, സെയിൽ, ഇതുപോലെ മാർക്കറ്റിങ്ങിൻ്റെ ആയിട്ടുള്ള ഫീച്ചറുകൾ, ഇങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സുകളും നിറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് POS ബില്ലിംഗ് സോഫ്റ്റ്വെയർ. ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പേര് തന്നെ സെയിൽ ബൂസ്റ്റർ എന്നാണ്. കാരണം നമ്മളൊരു സാധാരണ ബില്ലിംഗ് ഓർ അക്കൗണ്ടിങ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സെയിൽ ഉണ്ടാവണം നിർബന്ധമില്ല. അപ്പം ഇങ്ങനെയുള്ള മാർക്കറ്റിങ്ങിൻ്റെതായിട്ടുള്ള എല്ലാ ഫീച്ചറുകളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സെയില് ഉണ്ടാകത്തുള്ളൂ. അപ്പം അങ്ങനെയുള്ളൊരു സോഫ്റ്റ്വെയറാണ് റെയിൻടെക് സെയിൽ ബൂസ്റ്റർ. അപ്പോൾ ഈ സോഫ്റ്റ്വെയറിനെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിളിക്കുക 8078311945 or 8606093110. Thank you so much for watching this video. Thank you. Bye-bye.